ശ്രീ എൻ.ആർ. മധു നേരത്തെ പറഞ്ഞതുപോലെ മറ്റാരെങ്കിലുമൊക്കെയാണ് ഇത് പറയുന്നതെങ്കിൽ അതിനെ പുച്ഛിച്ച് തള്ളാൻ പറ്റും കേരളത്തിൽ. എന്നാൽ ഇത് മറ്റാരുമല്ല പറയുന്നത്. പലപ്പോഴും കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന, അത്തരം സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ മുൻപിൽ നിന്ന് പടം നയിച്ചിട്ടുള്ള കലാകാരന്മാരുടെ ആ വിഭാഗത്തിൽ നിന്നാണ് ഇത്തരം ഒരു പരാമർശം വരുന്നത് എപ്പോഴും. ശ്രീ എൻ.ആർ. മധു. അതെ 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 പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആധിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ്. അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളുടെ കേരളത്തിൻ്റെ സമൂഹം കാപട്യത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ RLV രാമകൃഷ്ണൻ്റെ കഷ്ടപ്പാടും അദ്ദേഹം ഈ കലയ്ക്ക് വേണ്ടി നടത്തിയ ത്യാഗവും ഒക്കെ നമുക്കറിയാം. അദ്ദേഹം PhD ഹോൾഡറാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തെക്കുറിച്ചാണ്. ഇതൊക്കെ നേടിയിട്ടും കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥിരപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഗസ്റ്റ് ലെക്ചറാണ്. നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു അധ്യാപകനായിട്ട് ഒരാൾ നിയമിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. നമ്മളുടെ ഔദ്യോഗിക സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അതിനപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിടുപണി ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥിര നിയമനം ലഭിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് RLV രാമകൃഷ്ണൻ ഇത്രയും കാലമായിട്ട് ഈ നമ്മുടെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ സ്ഥിര നിയമനം കൊടുക്കാത്തത്? അവിടെ തുടങ്ങിയാണ് വർണ്ണവിവേചനം. നമ്മൾ ചാനലിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ പത്രങ്ങളിലോ ഇരുന്ന് നമ്മളിങ്ങനെ ഈ വർണ്ണവിവേചനത്തിനെതിരെ ഘോരഘോരം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് RLV രാമകൃഷ്ണൻ നിലനിൽക്കുകയാണ്. അദ്ദേഹം ചാലക്കുടിയിൽ നിന്നും ഈ കോഴിക്കോട് വരെ വരാൻ വേണ്ടിയിട്ട് എടുത്ത ത്യാഗം, കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയാം. അദ്ദേഹം ഈ കഴിഞ്ഞ നാളിൽ വന്നതുകൊണ്ടും അദ്ദേഹത്തോട്ട് സ്വകാര്യമായി സംഭാഷണം നടത്താൻ കഴിഞ്ഞതുകൊണ്ടും എനിക്കറിയാം അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെട്ടു. ആ മനുഷ്യന് എല്ലാ യോഗ്യതയുണ്ടായിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഈ പറയുന്ന RLVയിലോ കലാമണ്ഡലത്തിലോ ഒന്നും അദ്ദേഹത്തിന് സ്ഥിര നിയമനം കിട്ടുന്നില്ലല്ലോ? അപ്പം കുലമഹിമ വേണം, വെളുത്തവനായിരിക്കണം, ഇങ്ങനെയുള്ള ഈ പുരോഗമനം പറയുന്നവർ തന്നെയാണ് ഈ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അപ്പം എന്നിട്ട് ഇന്നിപ്പം DYFIക്കാർ പ്രതിഷേധം നടത്തുകയാണ് ചാലക്കുടിയിൽ ഇതിനെതിരെ. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ ക്ഷേത്രത്തിലൊരു വിവാദം ഉണ്ടായി. എന്താണ്? അവിടുത്തെ ഈ ക്ഷേത്രവാദ്യങ്ങൾ വായിക്കാൻ മുന്നാക്ക ജാതിക്കാർക്ക് മാത്രമേ അവസരമുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടായി. അന്ന് കല്ലൂർ ബാബു എന്ന് പറയുന്ന ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കലാകാരൻ, ചേങ്ങില കലാകാരനാണ്, പഞ്ചവാദ്യം വായിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ നേതാവ്, ബാലസംഘത്തിലൂടെ വളർന്നു വന്ന കണ്ണൻ എന്ന് പറയുന്ന കലാകാരനായിരുന്നു. ഇയാളുടെ ജാതി പറഞ്ഞ് എതിർത്തു. അതേ സമയത്ത് തന്നെ ഞാൻ നോക്കുമ്പോൾ എന്താണ്, ഇന്ന് വലിയ നേതാവായിരിക്കുന്ന നമ്മുടെ ഈ MP രാജേഷ്, അന്ന് DYFIയുടെ നേതാവാണ്, MP രാജേഷിൻ്റെ നേതൃത്വത്തിൽ ജാതിക്കെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പുറത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഈ ഇരട്ടത്താപ്പ്, ഇത് അകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിലൂടെ വളർന്നു വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട ആൾ തന്നെ പിന്നാക്കക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കല്ലൂർ ബാബുവിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ പുറത്ത് അതേ പാർട്ടി ഇവിടെ പ്രഹസനം നടത്തുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പം RLVയിൽ നിന്നും കോളേജ് പ്രിൻസിപ്പൽ തന്നെ ഇവിടെയുണ്ട്. ഈ RLVയിലെ ശ്രുതി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്തായിരുന്നു പ്രശ്നം? അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ. എന്തായിരുന്നു പ്രശ്നം? അവരുടെ ജാതിപ്പേര് വിളിച്ച് SFIക്കാർ അവരെ അധിക്ഷേപിച്ചു. അപ്പം ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു. കണ്ണൂര് നമുക്കറിയാം, പയ്യന്നൂര് ഓട്ടോറിക്ഷ ചിത്രലേഖയെ വിളിച്ച് അധിക്ഷേപിച്ച ആരാ? ഈ പുരോഗമനക്കാരും CITക്കാരുമാണ്. അവരുടെ ഓട്ടോറിക്ഷ കത്തിച്ചു. അവര് ഇതാണ് നമ്മുടെ കേരളം, പുരോഗമന കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. RLV പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മാഡം മറന്നുപോയിട്ടുണ്ടാവും, RLVയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ, ഞാൻ ആ കുട്ടിയുടെ പേര് പറയാം, ശ്രുതി എന്ന് പറയുന്ന കുട്ടിയെ ആ SFIക്കാർ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ആ കുട്ടിയുടെ പേരിൽ പോസ്റ്റ് ഒട്ടിച്ചു. തൃപ്പൂണിത്തുറയിലും പരിസര പ്രദേശങ്ങളിൽ പോസ്റ്റ് ഒട്ടിച്ചു. ആത്മഹത്യ ചെയ്യാൻ എന്നിട്ട് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ മാഡം പ്രിൻസിപ്പൾ ആയിരിക്കും.
അങ്ങനെ സംഭവം നടന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇവിടെ അവിടുത്തെ ഈ പിന്നോക്ക വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവരിട്ടിരിക്കുന്ന പേര് പുലയക്കുടിൽ നിന്നാ. ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും അത് വന്നതാ. ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്നത്. അതുകൊണ്ട് RLV രാമകൃഷ്ണൻ എപ്പോഴും പടിക്ക് പുറത്തേ നിൽക്കൂ മാഡം.